ഇത് ഇവിടുത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതെന്ത് പൊന്നിയ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ മൈസൂരേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് എല്ലാം പോകുന്നുണ്ട് മുമ്പിൽ. ഞങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ട്രെയിനിലാണ് ഞങ്ങൾ മൈസൂരേക്ക് പോകുന്നത്. അപ്പോൾ മൈസൂർ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. KRS വണ്ടർല പോലത്തെ എന്തൊരു സംഭവമുണ്ട്, അവിടെ പോകണം. അവിടെ പോയിട്ട് കുറച്ച് എൻജോയ് ഒക്കെ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ പോയിട്ട് ബൗൺസ് വോഗോ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കണം. അതുകൊണ്ടാണ് ബാക്കിൽ ഹെൽമെറ്റ് എടുത്തത്. അപ്പോൾ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, മഴ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് വണ്ടി എടുത്തില്ല. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റായിട്ട് നിങ്ങൾ സെറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ബാംഗ്ലൂർ സംഗളി റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ. അപ്പോൾ ടിക്കറ്റെല്ലാം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം ഏതാ നോക്കണം. ട്രെയിൻ 5:30 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സമയം 5:30 ആയിക്കൊണ്ട് വന്ന് ഇനി 10 മിനിറ്റുള്ള 5:30. പ്ലാറ്റ്ഫോം ഏതാ നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് കാണിച്ചു. ഇതെവിടെ ഉണ്ട് ജാബി. സൗകര്യം പോലെ എല്ലാവരും പരിചയപ്പെടുത്താം. നോക്കാം. 07325 ആ എക്സ്പ്രസ്. ആ 5:40 ട്രെയിന്. ഗൈസ്, ഇപ്പോൾ ട്രെയിൻ 5:40 ഞങ്ങൾ ഇപ്പോൾ സമയം എത്രയായി? 5:24 ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചതിനായിട്ട് കുറച്ച് പെട്ടെന്ന് തന്നെ എത്തി. ക്യാബിൽ വന്നുകൊണ്ട് കുറച്ച് പെട്ടെന്ന് എത്തി. ഞങ്ങൾ ബസ്സിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ബസ്സിൽ വന്നാൽ എന്തായാലും ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ക്യാബിൽ വന്നു. ഞങ്ങൾ പ്ലാറ്റ്ഫോം 9 അപ്പോൾ ആ അറ്റത്തേക്ക് പോകണം, ലാസ്റ്റ്. अभी कैसे लग रहा है? ഫുള്ള് തിരക്കാണ് ഇവിടെ. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ മെജസ്റ്റിക്കിൽ ഫുൾ ആളുണ്ടാവും. ഗൈസ്, ഞങ്ങളുടെ ട്രെയിൻ ഇതാണെന്ന് തോന്നുന്നു. ചെയർ കാർ. യെസ്, 29. ഇത് 49. 1 to 48. ആ അതെ അതെ. ആ ഗൈസ്, ഞങ്ങളെ ഇതന്നെയാണ് ബെളഗാവി ടു മൈസൂർ ജംഗ്ഷൻ ട്രെയിൻ. കയറട്ടെ. ബിസ്മില്ല. സീറ്റെല്ലാം ഫുള്ളാണല്ലോ. ഗൈസ്,
ഞങ്ങൾ ട്രെയിനിൽ കയറി. ലക്കിന്നറ എടുത്ത കാലം വെച്ചിരിക്കും ഞാൻ. ഐശ്വര്യമാകട്ടെ. നോക്കി എടുത്ത കളി ഇങ്ങനെ വെച്ചോ. ഗൈസ് ഞങ്ങൾ മൈസൂർ എത്തി. ഫൈനലി ഞങ്ങൾ മൈസൂരേക്ക് എത്തി. ഇനി ഇവിടെ റൂം സെറ്റാക്കണം. ഞങ്ങൾക്ക് ഇവിടെ രാത്രി പരിപാടിയൊന്നുമില്ല. അപ്പോൾ നാളെ രാവിലെയാണ് കറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഫ്രഷപ്പ് ആവാനും ഉറങ്ങാനും റൂം സെറ്റാക്കണം ഫസ്റ്റ്. അപ്പോൾ റൂം എങ്ങനെ റെൻറ്റൊന്നും അറിയില്ല. ഇവിടെ അന്വേഷിച്ച് നോക്കണം. റൂം ഫുള്ള് തിരക്കാണല്ലോ. കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. വെൽക്കം ടു മൈസൂർ. അവിടെ ഐ ലവ് മൈസൂർ ഉണ്ട്. മൈസൂരിൻ്റെ ലൈറ്റൊന്നും കത്തുന്നില്ല ഗൈസ്, ബോർഡിൻ്റെ. ഇവിടെ വലിയൊരു ഇന്ത്യൻ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. വാ, അടിപൊളി ലൈറ്റുണ്ട് ഗൈസ്. ആള് തിരക്ക് നല്ലോണം ഉണ്ട്. ഐ ലവ് മൈസൂർ. ഇവിടെ ഫോട്ടോസ് എല്ലാം നാളെ എടുക്കാം ഗൈസ്. ആദ്യം ഫുള്ളൊന്ന് കറങ്ങട്ടെ. ഫുള്ള് കറങ്ങിയിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ചാനലിൽ പുറകെ വരുന്നുണ്ട് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ചാനൽ. രാത്രി അതൊന്നും കൂടുതലൊന്നും കാണാൻ പറ്റില്ല, ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇതാണ് ഗൈസ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ഇനി അടുത്ത റൂം സെർച്ച് ചെയ്യണം. ആദ്യം നേരെ പുറത്തേക്ക് പോവാം. ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ട് നല്ലൊരു റൂം കണ്ടുപിടിക്കണം. അബി, ഫാറൂഖ്, ജാബി, പിന്നെ ഞങ്ങൾ 4 പേരാണ് ട്രിപ്പിന് വന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ നോക്കട്ടെ റൂം ഇവിടെ കുറഞ്ഞ വിലക്ക് റൂം കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിയിട്ട് പോകണം. ഇവിടെ ചോദിച്ചു നോക്കാം എവിടെയെങ്കിലും കുറഞ്ഞ റേറ്റിന് റൂം കിട്ടുമോ നോക്കാം. അപ്പോൾ കിട്ടിയെങ്കിൽ അവിടെ സ്റ്റേ അടിക്കും. ഇല്ലെങ്കിൽ നേരെ ഓൺലൈനിൽ നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകും. മൈസൂരേക്ക് ഞാൻ ഒരു 5 ഇയേഴ്സ് ബിഫോർ വന്നിട്ടുണ്ട്. 5 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പം ഞാൻ വീണ്ടും മൈസൂരേക്ക് വരുന്നത്. ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒരു ഡെമോ കൊടുത്തിട്ടുണ്ട്. ഇത് പഴയ ട്രെയിനാണെന്നാണ് തോന്നുന്നത്. മുമ്പത്തെ ഫസ്റ്റ് ട്രെയിന് ബ്രിട്ടീഷുകാർ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രെയിനെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ റൂം ഒന്നും സെറ്റായില്ല. നോക്കുന്നുണ്ട് റൂം. അപ്പോൾ എന്തിനാ ചാവി? ആ
ഇവിടെ ഒരു പോലീസുകാരോട് ചോദിച്ച്, അപ്പോൾ കുറച്ച് മുമ്പിൽ പോയിട്ട് അവിടെ ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു ഫാറൂഖിനായിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓയോ ആപ്പിൽ നോക്കി 2 ദിവസത്തിന് റൂം 3000, കുറഞ്ഞത് 3500, 4 പേർക്ക് റൂം. അപ്പോൾ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഓയോ റൂം നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ടൈമാണ് ഓയോയിൽ റൂം നോക്കുന്നത് ബുക്കാക്കിയിട്ട്. നമുക്ക് നോക്കാം റൂം എങ്ങനെയുണ്ട് നോക്കാം. കംഫർട്ടായില്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് അടുത്ത റൂം നോക്കാം. പെട്ടെന്ന് പോയിട്ട് ഫ്രഷ് അപ്പ് ആവണം, ഫുള്ള് വേർത്ത് കുളിച്ച്. അപ്പോൾ ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ 2 ദിവസത്തിന് 2000 രൂപ ഒരു റൂം കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ. ഗൈസ്, അപ്പോൾ ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തന്നത് ഈ റൂമിൻ്റെയാണ്. ഇതെന്ത് BDC കോംപ്ലക്സ്, ഇതാണ് ബിൽഡിങ്. ഞാൻ നാളെ രാവിലെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. റൂം എങ്ങനെയുണ്ട് നോക്കാം. ഒരു കിലോമീറ്റർ നടന്നിട്ട് പടായി. അവസാനം റൂമിലെത്തി. റേറ്റെല്ലാം എങ്ങനെയുണ്ട് നോക്കാം. Mysor മിത്ര കൂടി എങ്ങനെയുണ്ട്? ഇന്നത്തെ റൂം എങ്ങനെയുണ്ടോ നോക്കാം അല്ലേ? കൂടി എങ്ങനെയുണ്ട്? റൂം എങ്ങനെയുണ്ടോ നോക്കാം പോയിട്ട്. നീ പോയി തേർഡ് ഫ്ലോർ. ആ ഓക്കെ. ഇത് PG ടിക്കറ്റ് ആയല്ലേ? ലിഫ്റ്റ്. ഫുഡ് കിട്ടുമോ? ഫുഡ് കിട്ടും ഇവിടെ. ലിഫ്റ്റിൻ്റെ ഈ ബൾബിലെടുത്ത് ഫുൾ ഓർഡർ ഇട്ടുണ്ട്. ബൾബിലേക്ക് ഫുൾ സെറ്റപ്പ്. ബൾബില്ല അല്ലേ? നിങ്ങളുടെ PG ലിഫ്റ്റിൻ്റെ ടിക്കറ്റ് ആയിട്ടാ ഇത്? അല്ല, PG ലിഫ്റ്റ് ബൾബുണ്ട്. ഇത് നോക്കിട്ട് ഓർഡർ ഇട്ട് ബൾബ് ഇട്ട് ചാത്തനോട് ഇട്ടണൊക്കെ. മീത്തെ ഫാൻ അതിൻ്റെ ഇട്ടിരിക്കോ? ടേബിൾ ഫാൻ ആയിട്ടിരിക്കോ? പൈസ കുറച്ചും കിട്ടിയാണ്. പിന്നെ നോക്കാം ബാത്റൂം നോക്കും. ಇದು 40. ಓಕೆನಾ? ಓಕೆ ಓಕೆ ನನಗೆ ಓಕೆ. ನನಗೆ ಹಾಂ ಓಕೆ. ರೂಮ್ ಸೆಟ್ ಬಾರುಕೆ. ರೂಮ್ ಸೆಟ್ ವಾಟ್ಸಪ್ ಓಪನ್ ಇರುತ್ತಲ್ಲ ಇಲ್ಲಿ? ನಾವು ಇಲ್ಲಷ್ಟೇ ಹೋಗ್ತೀವಿ, ಹೊರಗಡೆ ತುಂಬ ಹೋಗಲ್ಲ. अभी फाइनली वी रीच अ रूम. हम लोग अभी मैसूर को पहुंच गया. नेचर नेचर चिकन चिल्ली पेपर. ಅದು നെയ്യ് തീർന്നില്ല. ചിക്കൻ കറി
ഓക്കെ സെറ്റ്. ചിക്കൻ കറി, കറി ഓക്കെ. എന്തൊക്കെ ചമ്പാർ സ്പെഷ്യൽ.